ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് വൈകുന്നേരത്തെ ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണിത്. ബ്രെഡ് കൊണ്ടാണ് ഈവനിങ് സ്നാക്സ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ആവശ്യമുള്ളത് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് വേണം, 3 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില അരിഞ്ഞതും അതുപോലെ തന്നെ മല്ലിച്ചപ്പ് അരിഞ്ഞതും. ഇത്രയാണ് നമുക്കിതിലേക്ക് ആവശ്യം. ഇനി നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. ഞാനിവിടെ 2 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്രെഡ് ഇവിടെ 3 കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ ഈ 5 ബ്രെഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് വേണ്ട ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നതാണ് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ട ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളി അരിഞ്ഞതും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ചേരുവകളായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. തേങ്ങാപ്പാലും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ മിക്സും അതിലേക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ട് ആക്കി കൊടുക്കുക. കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് മുക്കി പൊരിക്കേണ്ട ബാറ്റർ ഇതാണ്. ഇനി നമുക്ക് ഒരു തവ ചൂടാക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. മെൽറ്റായിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് ഇതിലേക്ക് ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡിൻ്റെ കഷ്ണവും ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ചൂടായിട്ടുള്ള നെയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ മുഴുവൻ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. നെയ്യ് തന്നെ ഒഴിക്കണമെന്നില്ല. നമ്മുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. നെയ്യിലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അത് ഞാനിവിടെ നെയ്യ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്രെഡ് ഒരു ഭാഗം മുരിഞ്ഞിട്ട് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് തേങ്ങാപ്പാലും കോഴിമുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ബ്രെഡ് മുരിഞ്ഞിട്ട് വരുമ്പോൾ മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ മറുഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് തവയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ബ്രെഡൊക്കെ 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ബ്രെഡൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ തേങ്ങാപ്പാലും അതുപോലെ തന്നെ കോഴിമുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ്. ബ്രെഡൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. See you with another video. Thank you.